എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വസ്തുക്കളെ കാണുന്നതിന് ആവശ്യം വേണ്ട ഒരു ഊർജ്ജ രൂപമാണ് പ്രകാശം. വസ്തുക്കളിൽ തട്ടിവരുന്ന പ്രകാശത്തിന് ദർപ്പണങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ മിററിൽ വെച്ച് പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോഴാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. ദർപ്പണങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മിററിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശരശ്മികളെ കൂടുതൽ പ്രതിപതനങ്ങൾക്ക് അല്ലെങ്കിൽ റിഫ്ലക്ഷന് വിധേയമാക്കാനാകും. അങ്ങനെയെങ്കിൽ രണ്ട് ദർപ്പണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, രണ്ട് മിററുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ എത്ര പ്രതിബിംബം, എത്ര ഇമേജ് ഒരേ സമയം നമുക്ക് കാണാൻ കഴിയുമെന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ഈ പരീക്ഷണത്തിന് വേണ്ട ഉപകരണങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഒരു പ്രൊട്രാക്ടറിന്റെ ചിത്രം A4 ഷീറ്റിൽ ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. 0 മുതൽ 180 ഡിഗ്രി വരെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുക, മിററുകൾ അല്ലെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോൺ, ആംഗിൾ കണക്കാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രൊട്രാക്ടർ ഇവിടെ A4 ഷീറ്റിൽ വരച്ചു ചേർത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ദർപ്പണങ്ങൾക്കിടയിലുള്ള ആംഗിൾ അല്ലെങ്കിൽ കോൺ അളവ് നമുക്ക് കണ്ടെത്താം. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 130, 140, 150, 160, 170, 180 തുടങ്ങിയ കോണളവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് വസ്തു. ഈ വസ്തുവിന്റെ പ്രതിബിംബമാണ് നമ്മൾ ഈ കണ്ണാടിയിലൂടെ അല്ലെങ്കിൽ ദർപ്പണത്തിലൂടെ നോക്കുന്നത്. ഇനി കണ്ണാടി നോക്കുക. രണ്ട് മിററുകൾ അല്ലെങ്കിൽ രണ്ട് ദർപ്പണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലെ അല്ലെങ്കിൽ മിററുകൾക്കിടയിലെ കോണളവ്, ആംഗിൾ വ്യത്യാസപ്പെടുത്തുന്നതിന് സഹായകരമായ രീതിയിൽ ഇതിന്റെ പുറകിൽ എന്തൊട്ടിച്ചിട്ടുണ്ട്? ഒരു ബ്രൗൺ നിറത്തിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒട്ടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് കണ്ണാടികളും വളരെ എളുപ്പത്തിൽ അവയ്ക്കിടയിലുള്ള കോണളവ് നമുക്ക് വളരെ പെട്ടെന്ന് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഈ വസ്തുവിന്റെ ഇമേജ് ആണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ കണ്ണാടിയെ 180 ഡിഗ്രി കോണളവിൽ പിടിക്കുകയാണ്. രണ്ട് കണ്ണാടികൾക്കിടയിലുള്ള അല്ലെങ്കിൽ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 180 ഡിഗ്രിയാണ്. എത്ര ഇമേജ് ഉണ്ടായെന്ന് നോക്കൂ നിങ്ങൾ. ഒറ്റ ഇമേജ് അല്ലെ, ഒറ്റ പ്രതിബിംബം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 180 ഡിഗ്രി ആയപ്പോൾ ഒരു ഇമേജ് മാത്രം. ഇവിടെ ഒരൊറ്റ പ്രതിബിംബം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കണ്ണാടികൾക്കിടയിലുള്ള കോണളവ് വ്യത്യാസപ്പെടുത്താം. ഇപ്പൊ എത്രയാണ്? 120 ഡിഗ്രിയാണ് ഇവയ്ക്കിടയിലുള്ള കോണളവ്. അതായത് രണ്ട് മിററുകൾക്കിടയിലുള്ള കോണളവ് 180 ഡിഗ്രിയാണ് അല്ലെ. ഇനി ഈ മിററുകൾക്കിടയിൽ എന്ത് വെച്ചു? ഒരു വസ്തു വെച്ചു. ആ വസ്തുവിന് എത്ര പ്രതിബിംബം ഉണ്ടാകുന്നു എന്ന് നമുക്ക് കണക്കാക്കണം. ഇവയ്ക്കിടയിലുള്ള കോണളവ് എത്രയാണ്? 120 ഡിഗ്രിയാണ്. നോക്കൂ, എത്ര പ്രതിബിംബം ഉണ്ടായി അല്ലെങ്കിൽ എത്ര ഇമേജ് ഉണ്ടായി? രണ്ട് ഇമേജുകളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. വസ്തുവിന്റെ രണ്ട് പ്രതിബിംബങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കോണളവ് എത്രയായിരുന്നു? 120 ഡിഗ്രി ആയിരുന്നു കോണളവ്. അടുത്തതായിട്ട് ഈ രണ്ട് മിററുകളും 90 ഡിഗ്രി കോണളവിൽ വെക്കുന്നു. അവയ്ക്കിടയിൽ എന്ത് വെച്ചു? വസ്തു വെച്ചു അല്ലെ. ഇനി വസ്തുവിന് എത്ര പ്രതിബിംബം ഉണ്ടായി എന്ന് നമുക്ക് കണക്കാക്കണം. അപ്പൊ ഇവിടെ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 90 ഡിഗ്രിയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടായി? 3 പ്രതിബിംബങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെ. 3 പ്രതിബിംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 90 ഡിഗ്രി ആയിരുന്നപ്പോൾ വസ്തുവിന്റെ പ്രതിബിംബം എത്രയാണ്? 3 പ്രതിബിംബങ്ങൾ ഉണ്ടായി അല്ലെ. 3 ഇമേജ് അവിടെ ഫോം ചെയ്തു. അടുത്തതായി നമ്മുടെ ഈ മിററുകൾ തമ്മിലുള്ള കോണളവ് 60 ഡിഗ്രി ആക്കി. 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വസ്തുവിന്റെ എത്ര പ്രതിബിംബം കാണുന്നു എന്ന് നമുക്ക് നോക്കണം. എന്നാൽ നോക്കിക്കോളൂ, എത്ര പ്രതിബിംബം ഉണ്ട്? ഒന്നുകൂടെ അല്ലെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടണം. നോക്കൂ,
എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഇമേജുകൾ അല്ലെ? വസ്തുവിന്റെ 5 പ്രതിബിംബങ്ങളാണ് നമുക്കിവിടെ കിട്ടിയത്. ഈ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് എത്രയായിരുന്നു? 60 ഡിഗ്രി ആയിരുന്നു. 60 ഡിഗ്രി കോണളവിൽ വെച്ചപ്പോൾ നമുക്ക് എത്ര ഇമേജ് കിട്ടി? 5 ഇമേജ്, 5 പ്രതിബിംബങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? അവയ്ക്കിടയിലുള്ള കോണളവ്, ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 45 ഡിഗ്രി ആക്കാൻ പോവുകയാണ്. 45 ഡിഗ്രി ആക്കി അല്ലെ? രണ്ട് മിററുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇനി എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നു നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 1, 2, 3, 4, 5, 6, 7 പ്രതിബിംബങ്ങൾ അല്ലെ? 7 പ്രതിബിംബങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെ? 7 പ്രതിബിംബങ്ങൾ അവിടെ ഉണ്ടായി. അതായത് മിററുകൾക്കിടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അവിടെ എത്ര ഇമേജസ് ഉണ്ടായി? 7 ഇമേജസ്, 7 പ്രതിബിംബങ്ങൾ ഉണ്ടായി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ദർപ്പണങ്ങളെ പരസ്പരം അഭിമുഖമായി വെക്കുകയാണ് അല്ലെ? ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുകയാണ്. നോക്കൂ, ഈ രണ്ട് മിററുകൾക്കിടയിലും എന്തുണ്ട്? ഒരു മെഴുകുതിരി, ഒരു കാൻഡിൽ ഉണ്ട്. ആ മെഴുകുതിരി ഞാൻ കത്തിച്ചു. ഇനി ഈ മെഴുകുതിരിയുടെ പ്രതിബിംബം ഞാൻ കണ്ണാടിയിലൂടെ നോക്കുകയാണ്. അപ്പൊ നോക്കൂ, എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടായെന്ന് നോക്കൂ. ധാരാളം പ്രതിബിംബങ്ങൾ ഈ കണ്ണാടിയിൽ അല്ലെങ്കിൽ ദർപ്പണത്തിൽ രൂപപ്പെട്ടതായി നമുക്ക് കാണാം. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ദർപ്പണങ്ങൾ, രണ്ട് മിറേഴ്സ്, പ്ലെയിൻ മിറേഴ്സ് നമ്മൾ ഫേസ് ടു ഫേസ് വെക്കുകയാണെങ്കിൽ, അഭിമുഖമായി വെക്കുകയാണെങ്കിൽ എത്ര ഇമേജസ് കിട്ടും? ധാരാളം ഇമേജസ് അല്ലെ? ധാരാളം ഇമേജസ് നമുക്ക് കിട്ടും. നമ്മൾ ഈ ക്യാമറയുടെ ആംഗിൾ ചെറുതായിട്ട് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നതിനനുസരിച്ച് നമുക്ക് ധാരാളം ഇമേജസ് അവിടെ കാണാൻ പറ്റുന്നതാണ്. നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ നോക്കൂ, ധാരാളം അല്ലെ? വളരെയധികം മെഴുകുതിരിയുടെ പ്രതിബിംബങ്ങൾ അവിടെ കാണാവുന്നതാണ്. പക്ഷെ അകലേക്ക് പോകുന്നതോറും എന്ത് കുറയുന്നുണ്ട്? അതിന്റെ ഒരു വ്യക്തത, ക്ലാരിറ്റി കുറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇത് കാണാൻ കഴിയും. ഈ ഒരു പ്രതിഭാസം നമ്മുടെ ജുവലറികളിലും ആഭരണ കടകളിലും അതുപോലെ ടെക്സ്റ്റൈൽസിലും ഒക്കെ തന്നെ ഈ ഒരു കണ്ണാടികൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മനോഹരമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കി തീർക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ എക്സിബിഷനൊക്കെ പോകുന്ന സമയത്ത് അല്ലെ, മിറർ മേസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പരീക്ഷണത്തിൽ കണ്ട കാര്യങ്ങൾ ഈ ടേബിളിൽ ഒന്ന് നമുക്ക് പകർത്തി എഴുതാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്? ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് അല്ലെങ്കിൽ മിററുകൾക്കിടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ 7 പ്രതിബിംബങ്ങൾ ഉണ്ടാകും. അതുപോലെ മിററുകൾക്കിടയിലുള്ള കോണളവ് 60 ഡിഗ്രി ആണെങ്കിൽ 5 പ്രതിബിംബങ്ങൾ അവിടെ ഉണ്ടാകും. ഇനി ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 90 ഡിഗ്രി ആണെങ്കിലോ 3 പ്രതിബിംബങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇനി ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 120 ഡിഗ്രി ആണെങ്കിൽ 2 പ്രതിബിംബങ്ങളും 180 ഡിഗ്രി ആണെങ്കിൽ 1 പ്രതിബിംബം അല്ലെങ്കിൽ 1 ഇമേജും ഉണ്ടാകും. ഇതിൽ നിന്നും പ്രതിബിംബങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കണ്ടെത്തുന്നതിനുള്ള ഒരു പൊതു സമവാക്യം നമുക്ക് രൂപീകരിക്കാം. അതായത് പ്രതിബിംബങ്ങളുടെ എണ്ണം n = 360/θ-1. തീറ്റ എന്ന് പറയുന്നത് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് ആണ്. ഈ ഭാഗം 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം പഠിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വീട്ടിലിരുന്ന് നന്നായി പഠിക്കുക.